ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഞാനിന്ന് ക്യാപ്സിക്കം കൊണ്ട് ഒരു കറി വെക്കാനാണ്. അപ്പം കണ്ടില്ലേ, നമ്മുടെ കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ക്യാപ്സിക്കം കറി എളുപ്പമാണ്. അതിനുവേണ്ടി 1/2 കിലോ ക്യാപ്സിക്കം എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് തുടങ്ങാം. ഒരു മസാല ഉണ്ടാക്കാം. അതിന് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കേ. പാത്രം ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഈ ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത്, ഇത് വെജിറ്റബിൾ ഓയിലാണ്. ഇതിനകത്ത് ഒരു പിടി, ഒരു കപ്പലിൻ്റെ, വറുത്ത കപ്പലിൻ്റെ ആണിത്. ഇതിനകത്ത് ഒരു 10-11 വെളുത്തുള്ളി ഉണ്ട്. ഇതേ കഷ്ണം പോലത്തെ 2 കഷ്ണം ഇഞ്ചിയെ നന്നായി രണ്ടായിട്ട് പൊളന്നിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, പിന്നെ ഒരു പിടി തേങ്ങ. ഇത് എല്ലാം കൂടെ ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് വറുത്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് തേങ്ങയുടെ ഒരു പച്ചമണം, വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറത്തില്ലേ, അതുവരെ. ഓക്കെ, ചെറുതായിട്ടൊന്ന് വാടി, ചെറുതായിട്ടല്ല, ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാടിയിട്ടുണ്ടേ. ഇനി ഇത് ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണേ. ചൂടിരിക്കട്ടെ. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് എണ്ണ, വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി കിട്ടട്ടെ. ഇതിലോട്ട് ഇടത്തരം 2 സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കേ. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന അപ്പത്തിൻ്റെ ഇല്ലേ, തേങ്ങയൊക്കെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന അപ്പലണ്ടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 8-10 അല്ലി, 8-10 കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 ഇടത്തരം 2 തക്കാളി അതും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരെ. ഈ വാടിയ ഉള്ളിയിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട്
നമ്മളിപ്പോൾ ഈ അരച്ചുകൊണ്ട് വന്ന തേങ്ങയില്ലേ, തേങ്ങയും കപ്പലിൻ്റെയും അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കേ. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കേ. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല സ്മെൽ, നല്ലൊരു മണം. ആ പച്ച തക്കാളിയുടെ ഒരു പച്ച മണമുണ്ടേ. ഇതൊന്ന് തീ ഒന്നുകൂടെ കുറയ്ക്കാം. സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് 2 മിനിറ്റ് കിടക്കട്ടെ. ചെറിയ സിമ്മിൽ കിടക്കും ഇതേ. നമ്മുടെ മിക്സ് നോക്കേ. ഇനി ഇതിനകത്ത് ഈ മിക്സി കഴിയ വെള്ളമില്ലേ, മിക്സിയുടെ ജാറ് ഇല്ലേ, അതിനകത്ത് വെച്ച് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ ഒരു മീഡിയത്തിൽ വെക്കാം, മീഡിയത്തിന് മേളിൽ വെക്കാം. ഇതൊന്ന് ഇത് തിളയ്ക്കട്ടെ കറി. നമ്മുടെ കറി തിളച്ചു. ഇനി ഇത് തീ ഒന്ന് കുറയ്ക്കാം. സിമ്മിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് വലിയ പുളിയില്ലാത്ത തൈരാണേ. ഇനി ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. തീഞ്ഞ് കൂട്ടി കൊടുക്കാം. തിളക്കട്ടെ. ഈ തിളച്ച കറിയിലോട്ട് ഈ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അതിട്ട് കൊടുക്കാം. അറിയാമല്ലോ, ക്യാപ്സിക്കം അധികം വേവില്ല. ഇത്തിരി അങ്ങ് വേവിച്ചാൽ കുഴഞ്ഞു പോയി കറി നാശമായി തരും. കഴിക്കാൻ പറ്റാത്ത വേറൊരു സ്മെല്ലായിരിക്കും കറിക്ക്. അപ്പം ഞാൻ ഇന്ന് കവർ ചെയ്ത് വെക്കുക. ഇതൊന്ന് തിളക്കട്ടെ. നമ്മളെ കറി നോക്കേ. ഒരു 4 മിനിറ്റ് ഏകദേശം ഷവറായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കസൂരി മേത്തി, ഒന്നുകൂടെ കവർ ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കൊടുക്കേ. ഇത് കുറയ്ക്കാം ഒന്ന്. ഞാൻ കറി എടുത്തേ നോക്കുവേ, കാര്യം അധികം ഇടുന്നില്ല. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടില്ല, 1 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളേ. കാര്യം ഇനി കൂടുതലിട്ടാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. അതില്ലേ, ഇപ്പോൾ പാകത്തിനെല്ലാം വെന്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ.
ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, വിശ്വസിക്കില്ല, അത്ര നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക, കവർ ചെയ്യുക. ഇനി ഒന്ന് ഗ്യാസ് ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് എടുക്കേ. നമ്മുടെ കറി നോക്കേ. ഞാനിതൊരു കണ്ടില്ലേ, നമ്മുടെ കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ക്യാപ്സിക്കം കറി. എളുപ്പമാണ്. പിന്നെ എരി വേണ്ടവർക്ക് പച്ചമുളക് കുരുമുളകും കൂടി ഇച്ചിരി അധികം ഇടില്ലേ, കറിയുടെ ആ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഇത് നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നമുക്ക് 2 പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. 1-2 പച്ചമുളക് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആ വറുക്കുന്നതിൻ്റെ കൊടുത്ത് മറ്റേ മുളകില്ലേ, ഉണക്കമുളക്, അതും എരിയുള്ള മുളക് 1-2 ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ കൂടെ. നല്ല ടേസ്റ്റ്. അല്ലാതെ അതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കാറുമില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.